ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇന്ന് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എന്നതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റും മറ്റൊന്ന് ലിവർ ട്രാൻസ്പ്ലാന്റും. ഇന്ന് നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. അടുത്ത കാലത്ത് പത്രമാധ്യമങ്ങളിലെല്ലാം വന്ന ഒരു കാര്യമാണ് കേന്ദ്രമന്ത്രിയും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായിരുന്ന വിലാസ്റാവ് ദേശ്മുഖിനെ കുറിച്ച്. അദ്ദേഹത്തിനൊരു ലിവർ ഫെയിലർ ഉണ്ടായി. ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്ത ഒരു ലിവർ ട്രാൻസ്പ്ലാന്റാണ്. ഐഡിയലായിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ കിട്ടാത്തത് മൂലം ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് നടന്നില്ല. അദ്ദേഹം മരിക്കുകയായിരുന്നു ചെയ്തത്. എന്താണ് ലിവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് നമുക്കൊന്ന് നോക്കാം. ലിവറിന് ഏകദേശം 1.5 കിലോളം വെയിറ്റും ഒരു 1200 ml ബ്ലഡ് അതിൽ കൂടെ എല്ലാ മിനിറ്റുകളിലും പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 500ഓളം ചെറുതും വലുതുമായ ഫങ്ഷനുകൾ ലിവറിനുണ്ട്. അത് പ്രധാനമായി നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കാക്കുന്നു, പലതരത്തിലുള്ള സ്റ്റോറേജുകൾ നടത്തുന്നു, ബ്ലഡ് ക്ലോട്ടിങ്ങിനെ അത് സഹായിക്കുന്നു, കാർബോഹൈഡ്രേറ്റ് പോലുള്ള ഷുഗറിനെ മെറ്റബോളൈസ് ചെയ്യുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ലിവറിനുണ്ട്. അതിനുപരി ലിവറിന് ഒരു റീജനറേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഒരു ചെറിയൊരു ഭാഗമാണ് എങ്കിലും ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണെങ്കിലും ഒരു 6 ആഴ്ചയോളം അല്ലെങ്കിൽ 8 ആഴ്ച കൊണ്ട് അത് പൂർണ്ണ വളർച്ചയിലെത്തുന്നു. അത് ഡൊണേറ്റ് ചെയ്ത ആൾക്കും റിസീവ് ചെയ്ത ആളുടെയും ലിവർ റീജനറേറ്റ് ചെയ്യുന്ന അത്ര വലിയൊരു കപ്പാസിറ്റി ഉള്ള ഒരു ഓർഗനാണ്. അതിലും ഉപരി എല്ലാത്തരം ടോക്സിൻസുകളെ എല്ലാം ഡിസ്ട്രോയ് ചെയ്യുക എന്ന ഒരു സെൻറ്റർ പോലെയാണ്. അമോണിയ പോലുള്ള സാധനത്തിനൊക്കെ ഡിസ്ട്രോയ് ചെയ്യുകയും അല്ലെങ്കിൽ മെറ്റബോളൈസ് ചെയ്ത് പുതിയ രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ലിവർ. ലിവർ ട്രാൻസ്പ്ലാന്റ് ചരിത്രത്തിലേക്കൊന്ന് നോക്കാം. ആദ്യത്തെ ലിവർ ട്രാൻസ്പ്ലാന്റ് നടത്തിയത് അമേരിക്കയിലാണ്. 1963 തോമസ് സ്റ്റാഴ്സ് എന്ന് പറഞ്ഞ ഒരു ഹെപ്പാറ്റിക് സർജനായിരുന്നു. അന്ന് മുമ്പുണ്ടായിരുന്ന എല്ലാ ട്രാൻസ്പ്ലാന്റുകൾ പോലെ തന്നെ ഇതും ഒരു പരാജയത്തിലാണ് കലാശിച്ചത്. അദ്ദേഹം വീണ്ടും ട്രാൻസ്പ്ലാന്റ് നടത്തി. അങ്ങനെ 1967 ആദ്യത്തെ സക്സസ്ഫുൾ ട്രാൻസ്പ്ലാന്റ് നടന്നത്. അന്നൊക്കെ സർവൈവൽ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് ഒരു 25% ഓഫ് ആൾക്കാരെ ഒരു കൊല്ലത്തോളം ഒക്കെ ജീവിക്കത്തുള്ളൂ. ഇതിന് പുതിയൊരു മുഖവും പുതിയ ഭാവവും ഒക്കെ ഉണ്ടായത് ഏകദേശം 1980ഓടെയാണ്. കാരണം അന്ന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഇമ്മ്യൂണോ സപ്രസൻറ്റ് ഡ്രഗ്സുകൾ, അസോത്തയംപ്രിം പോലുള്ള ഡ്രഗ്സുകൾ നാട്ടിൽ അവൈലബിളായി. അങ്ങനെ എല്ലാ സർജറികൾക്കും ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിജക്ഷൻ, ഓർഗൻ റിജക്ഷൻ. വെളിയിൽ നിന്ന് കിട്ടുന്ന ഏത് സാധനത്തെയും നമ്മുടെ ശരീരം അതിനെ റിജക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സംഭവമാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നടക്കുന്നത്. അതിന് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഈ ഇമ്മ്യൂണോ സപ്രസൻറ്റ് ഡ്രഗ്സുകൾ വന്നത്. അതിനുശേഷം സർവൈവൽ റേറ്റ് വളരെ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇന്ന് ഏകദേശം 100ഓളം സെൻറ്ററുകളാണ് അമേരിക്കയിൽ തന്നെ ഹെപ്പാറ്റിക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സെൻറ്റേഴ്സുകൾ ഉള്ളത്. കേരളത്തിലാണെങ്കിൽ 10 സെൻറ്ററോളം അടുപ്പിച്ച് ട്രാൻസ്പ്ലാന്റ് നടത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നാൾ ജീവിച്ച ലിവർ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻ്റ് അമേരിക്കയിൽ തന്നെയുള്ള ഏകദേശം 30 കൊല്ലത്തോളമായി ജീവിക്കുന്ന വ്യക്തി. 2011 30 വർഷം തികഞ്ഞു അദ്ദേഹത്തിന്. കേരളത്തിലെ ആദ്യത്തെ വിജയകരമായ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് കൊച്ചിയിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഡോക്ടർ സുധീന്ദ്രനാണ്. 2004 ഈ സർജറി നടത്തിയത്. ഏതെല്ലാം രോഗികൾക്കാണ് ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് അഡ്വൈസ് ചെയ്യുന്നത്? പ്രധാനമായി ലിവർ ഫെയിലർ ഉണ്ടാകുന്ന സിറോസിസ് പേഷ്യൻറ്റുകളാണ്. ആൽക്കഹോളിക് സിറോസിസ് ആണ് മെയിൻലി ഈ ഗ്രൂപ്പിൽ വരുന്നത്. അതേപോലെ തന്നെ ചില തരത്തിലുള്ള ലിവറിലുണ്ടാകുന്ന ലോക്കലൈസ്ഡ് ക്യാൻസേഴ്സുകളുണ്ട്. ഹെപ്പറ്റൈറ്റിസ് സി പോലുള്ള അസുഖങ്ങളുണ്ട്. കൊച്ചു കുട്ടികളിലാണെങ്കിൽ ബിലിയറി സിറോസിസ് എന്ന പ്രത്യേക തരത്തിലുള്ള അസുഖങ്ങൾക്കെല്ലാം ലിവർ ട്രാൻസ്പ്ലാന്റ് അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ആൽക്കഹോളിക് പേഷ്യൻസിന് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യനബിളാണ്. അതല്ലെങ്കിൽ എത്തിക്കൽ വാല്യൂവിനെക്കുറിച്ച് വളരെയേറെ സംശയമുള്ള ഒരു വസ്തുതയാണ്. ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് അത് വേരീസ് ബിറ്റ്വീൻ 10 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയ്ക്ക് വരും. അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അനുസരിച്ചിരിക്കും.
മെട്രോസിലൊക്കെ വളരെ കൂടുതലാണ് ഇതിൻ്റെ റേറ്റ്. വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ഏകദേശം 1 കോടിയോളം രൂപ വില വരുന്ന ഒരു സർജറിയാണ് ലിവർ ട്രാൻസ്പ്ലാന്റ്. ലിവർ ട്രാൻസ്പ്ലാന്റ് തന്നെ 2 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന് കഡാവറിക് ട്രാൻസ്പ്ലാന്റ്, മറ്റൊന്ന് ലിവിങ് ഡോണേഴ്സിനുള്ള. കഡാവറിക് ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഡെത്തായി എന്തെങ്കിലും ആക്സിഡൻറ്റ് മൂലം മരിച്ച ആളുടെ അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ ഇരിക്കുന്ന രോഗികളുടെ ലിവറാണ് കഡാവറിക് ട്രാൻസ്പ്ലാന്റിൽ ഉപയോഗിക്കുന്നത്. ലിവിങ് ഡോണേഴ്സ് എന്ന് പറയുന്നത് ആകെ 2 ഓർഗനാണ് പ്രധാനമായി ലിവിങ് ഡോണേഴ്സ് കൊടുക്കാവുന്ന. ഒന്ന് കിഡ്നി, ബിക്കോസ് 2 കിഡ്നി ദൈവം നമ്മൾക്ക് തന്നിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ലിവർ പോലും 70% ലിവർ എടുത്തു കഴിഞ്ഞാൽ പോലും നമ്മൾക്ക് ആൾക്ക് ജീവിക്കാൻ പറ്റും. സാധാരണഗതിയിൽ കുട്ടികൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് ചെറിയ ലെഫ്റ്റ് ലോബ് എന്ന് പറഞ്ഞ ഒരു ലോബ് മാത്രമാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.